നിധി ഈ ഒരു കമന്റ് കണ്ടില്ലേ? പോൺ സ്റ്റാർസിനെ പോലെ എങ്ങനെ ടൈമിംഗ് കൂട്ടാമെന്നാണ് എനിക്ക് ചങ്ങാതി ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ സാധിക്കുമോ? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ശരിക്കും പോൺ കണ്ടിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് കൺഫ്യൂഷൻസുകൾ വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് പോൺ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ റീസെന്റ് പോണിന്റെ ഒരു നെഗറ്റീവ് സൈഡിനെ പറ്റിയിട്ടുള്ള ഒരു ഓഡിയോ കണ്ടന്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. യുവർ ബ്രെയിൻ ഓൺ പോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓഡിയോ കണ്ടന്റ് കുക്ക് ഓഫ് ഫിലിമിലാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും കേൾക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അതെങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യുന്നു, എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ നമ്മൾ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ കേട്ട് ആസ്വദിക്കാനുള്ള ഒരു വകുപ്പ് കുക്ക് ഓഫ് നമുക്ക് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 ദിവസത്തെ ഫ്രീ ട്രയലാണ്. അതായത് 7 ദിവസം നമുക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫ്രീ ട്രയൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഓഫർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമ്മൾ ആ ടൈമിന്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലത് പലതും കട്ട് സീനുകളായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കാണുമ്പോൾ 1 മണിക്കൂറുള്ള ഒരു ഫുട്ടേജ് ആയിരിക്കും, പക്ഷെ അത് കട്ട് സീനുകളായിട്ട് അവർ ഷൂട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ടൈമിംഗ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് പിന്നെ അറ്റ് എ ടൈം തന്നെ ഷൂട്ട് ചെയ്തെടുക്കുന്ന വിഷ്വൽ ആണെങ്കിൽ അനസ്തെറ്റിക് കണ്ടന്റുകളൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് മരവിപ്പിക്കുന്ന കണ്ടന്റുകൾ ഉപയോഗിച്ചിട്ട് അവർ ടൈമിംഗ് കൂടുതൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടൈമിംഗ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അത് റിയാലിറ്റി ആണെന്ന് ചിന്തിച്ച് നമ്മൾ ലൈഫിൽ അയ്യോ എനിക്ക് ടൈമില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഇനി പ്രിമച്ചർ ഇജാക്കുലേഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ സൊല്യൂഷൻസുകൾ എക്സ്പേർട്ടുകളെ കണ്ടിട്ട് എടുക്കാവുന്നതുമാണെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു കേസ് പറയാനുള്ളത്. അപ്പോൾ അനാവശ്യ കമ്പാരിസൺ ആരും മുതിരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വീഡിയോസിൻ്റെ കേസിൽ മറ്റൊരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റൊമാൻസിനൊന്നും വലിയ പ്രാധാന്യമില്ല. ആ പാർട്ട്ണറിന്റെ ഇഷ്ടമോ അനിഷ്ടങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. അവിടെ നമ്മളെ രസിപ്പിക്കാനുള്ള ഒരു കണ്ടന്റ് മേക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ വേറൊന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത്. അവിടെ ആ ഒരു പാർട്ട്ണറിന്റെ കൺസെന്റിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അങ്ങനെ ഒന്നിനും പ്രാധാന്യം കൊടുക്കുന്നില്ല. റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. അവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ട്, അവർ ഓക്കെ ആണോ എന്നുള്ളതിന് കാര്യമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ജീവനുള്ള ഒരാളാണ് അപ്പുറത്ത് വെക്കുന്നത്, അവർക്ക് അവരുടേതായ ഇമോഷൻസുകളുണ്ട്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോസുകളിലെ അതേപോലെ തന്നെ അനുകരിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബോഡി കമ്പാരിസൺ ആണ്. ഈ കളർ ഷേപ്പ് അത് തന്നെ കളറിന്റെ ഷേപ്പിന്റെ എല്ലാം കേസിൽ വരുന്നത് അങ്ങനെ പല കാര്യങ്ങളില്ല. ബോഡിയിലെ ഓവറോൾ കമ്പാരിസൺസ് വരാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തവണ എനിക്ക് മെസ്സേജ് വന്നതാണ്, ഒരു കുട്ടിയുടെ വിവാഹമോചനം സംഭവിച്ചു. അതിന്റെ റീസൺ ആയിട്ട് വന്ന കാര്യം എന്താണെന്ന് അറിയോ? സണ്ണി ലിയോണിനെ പോലെ മാറിടമില്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ പ്രശ്നം. അങ്ങനെയാണ് അത് വിവാഹമോചനത്തിലോട്ട് എത്തുന്നത്. കാരണം ആ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്ന് അത് വലിയൊരു പ്രശ്നമായി പൊട്ടിത്തെറിയെ വിവാഹമോചനത്തിൽ എത്തി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളത്. അപ്പൊ ആണിന്റെ കേസിൽ ലിംഗത്തിന്റെ വലിപ്പത്തിന്റെ കേസിലുള്ള കമ്പാരിസൺസ് ആവാം. ഇപ്പൊ ഒരു ആഫ്രിക്കന്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു വലിപ്പം ഇന്ത്യൻസിന്റെ കേസിൽ ഉണ്ടാവില്ല. അപ്പൊ അനാവശ്യമായിട്ട് ആ വീഡിയോസുകൾ കണ്ടിട്ട് ഒരു കമ്പാരിസൺ മുതിരാതിരിക്കാൻ, കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതിരിക്കുക എന്നതാണ്. അനാവശ്യ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക, അതിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അങ്ങനെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് വലിപ്പം വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ലിംഗ വലിപ്പത്തിന്റെ കേസിൽ, മാറിടത്തിന്റെ വലിപ്പത്തിന്റെ കേസിൽ, നിറത്തിന്റെ കേസിൽ വന്നൊരു മെസ്സേജാണ് എനിക്ക്. അതായത് തന്റെ പാർട്ണറിന്റെ പ്രൈവറ്റ് പാർട്ട് കണ്ട സമയത്ത് ഡാർക്കായിട്ട് കണ്ടിട്ട് ആകെ വല്ലാത്തൊരു അറപ്പ് തോന്നി എന്ന് പറഞ്ഞുള്ള മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് അവർ ചിന്തിക്കുന്ന വെച്ചാൽ അതുപോലെ വെളുത്ത് തുടുത്തിരിക്കുന്ന ഭാഗമായിരിക്കുന്നതാണ്. സാധാരണ ഇതിൽ നമ്മളെ ബോഡിയേക്കാൾ കുറച്ചും കൂടി ഡാർക്കായ രീതിയിലാണല്ലോ അത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസുകൾ ഉണ്ടാകുന്നതാണ് അനാവശ്യ ബോഡി കമ്പാരിസൺസ്. പിന്നെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാജറിക് ആയിട്ടായിരിക്കും രതിമൂർച്ചയും കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. അതായത് രസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത്, ആൾക്കാരെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം എക്സാജറിക് ആയിട്ട് കാണിക്കുക. അതേപോലെ റിയൽ ലൈഫിൽ സംഭവിച്ചില്ല എങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പാർട്ണർ അതുപോലെ ആ ഒരു ഓർഗാസിന്റെ സമയത്ത് അതുപോലെയുള്ള റിയാക്ഷൻസ് ഇല്ല എങ്കിൽ അവർക്ക് മുൻകാല ബന്ധങ്ങളുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ പല ചിന്തകളിലോട്ട് പോവുകയും അത് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെർവേഷൻസുകൾ. ഇപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകളൊക്കെ ഇതിൽ ലഭ്യമാണ്. അതൊക്കെ കണ്ട് അനുകരിക്കാൻ പോയ പ്രശ്നങ്ങളാണ്. അതുപോലെ പാർട്ണറിനെ കൺസിഡർ ചെയ്യാതെ സാഡിസ്റ്റിക് മനോഭാവമുണ്ട്, അവർ ഉപദ്രവിക്കുന്നതിലൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളത്. ഇത് അതേപോലെ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ വീഡിയോസുകളിലുണ്ട്. അപ്പോൾ ഇത് അനുകരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ അനാവശ്യ ബോഡി കമ്പാരിസൺ മുതിരരുത്. പാർട്ണറിനെ കൃത്യമായ രീതിയിൽ കൺസിഡർ ചെയ്യുകയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നല്ലൊരു സെക്ഷൽ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. വീഡിയോസുകൾ റിയാലിറ്റി അല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരുപാട് പേരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ ആദ്യം പറഞ്ഞ ആ ഓഡിയോ കണ്ടന്റ് കൂടി ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. കുക്ക് ഓഫ് ഫിലിമിൽ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവുന്നതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. മറ്റു വീഡിയോ കാണാം. ബൈ ഗൈസ്.